പ്രിയപ്പെട്ടവരെ, മരിച്ചെന്ന് ഉറപ്പാക്കാൻ സഹോദരിയുടെ കുഴിമാടം പൊളിച്ച് മൃതദേഹാവശിഷ്ടങ്ങളുമായി ബാങ്കിൽ വരേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ ഗതികേട് ഹൃദയം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് ഓഡീഷയിൽ നിന്നും പുറത്തു വരുന്നത്. എൻ്റെ സഹോദരി മരിച്ചുപോയെന്നും വരാൻ കഴിയില്ലെന്നും ആ മനുഷ്യൻ ഓരോ തവണയും ബാങ്കുകാരെ വിശദീകരിച്ചു. എന്നിട്ടും ബാങ്ക് ജീവനക്കാർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവസാനം സഹോദരിയുടെ മരണത്തിന് തെളിവ് നൽകുന്നതിനായി അയാൾ ആ സഹോദരിയുടെ ശവക്കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് അസ്ഥികൂടം ബാങ്കിലേക്ക് കൊണ്ടുപോയി. ഒഡീഷയിലെ കിയോജയിൽ നിന്നുള്ള ഹൃദയഭേദകമായ കഥയാണ് പ്രിയപ്പെട്ടവരെ ഇത്. 2 മാസം മുമ്പാണ് സഹോദരിയെ നഷ്ടമായത്. മരണസമയത്ത് സഹോദരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 19,300 രൂപ നിക്ഷേപമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദാരിദ്ര്യവും ഗതികേടും കൊണ്ട് ആ പണം പിൻവലിക്കാൻ ജീതുമുണ്ട പലവട്ടം ബാങ്കിൽ പോയി. എന്നാൽ അക്കൗണ്ട് ഉടമ നേരിട്ട് ഒപ്പിടണമെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥ ആവശ്യപ്പെട്ടു. സഹോദരി മരിച്ചുവെന്ന് ജീത്തു കരഞ്ഞുകൊണ്ട് വിശദീകരിച്ചെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പല ഇടപെടൽ നടത്തിയിട്ടും ജീതുവിനെ കേൾക്കാൻ പോലും ബാങ്ക് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. മാത്രമല്ല, ബാങ്കിനെ പറ്റിക്കാൻ വന്നയാളാണെന്നും വ്യാജനാണെന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, അഴിമതിക്കാർക്കായി, തട്ടിപ്പുകൾക്കായി നിയമങ്ങൾ നടുവളയിക്കുമ്പോൾ ഫയലുകൾ എത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. സാധാരണക്കാരനോ ദരിദ്രനോ അക്ഷരാഭ്യാസമില്ലാത്തവനോ എത്തുമ്പോൾ അന്തസ്സും അനുകമ്പയും എന്തിന് സാമാന്യ ബുദ്ധി പോലും സംവിധാനങ്ങൾക്ക് നഷ്ടമാകുന്നു. ജീതുവിൻ്റെ കഥ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇത്. ബാങ്കുകളടക്കം രാജ്യത്തെ സംവിധാനങ്ങൾ സാധാരണക്കാരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇതാണ് എൻ്റെ രാജ്യം, എൻ്റെ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ ഗതികേടാണിത്.